സ്പീഡ് വാർത്തകളിലേക്ക്. തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചതിൽ ബിജെപിയുടെ വിജയാഹ്ലാദം നടക്കുകയാണ്. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ അടക്കം റാലിയിൽ പങ്കെടുക്കുന്നുണ്ട്. ആ ദൃശ്യങ്ങളിലേക്ക് ആദ്യം പോകാം. അതോടൊപ്പം ചന്തു ചന്ദ്രശേഖർ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. ചന്തു ചന്ദ്രശേഖർ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. ചന്തു, വലിയ ആവേശമാണ് ബിജെപിക്ക്, പ്രത്യേകിച്ച് സംസ്ഥാന തലസ്ഥാനം അത് ഇപ്പോൾ കയ്യിലാണ്. തീർച്ചയായിട്ടും രുചീഷ്, വലിയ ആവേശവും ആഹ്ലാദവും ഒക്കെ അത് പങ്കുവയ്ക്കുന്നതിന് തന്നെയാണ് ബി.ജെ.പി ഇത്തരത്തിൽ ഒരു നഗരപ്രദക്ഷിണം. അത് കോർപ്പറേഷന്റെ പരിധിയിൽ വരുന്ന പ്രധാന വാർഡുകൾ, നഗരത്തിനുള്ളിൽ തന്നെ കോർപ്പറേഷൻ പരിധിയിൽ വരുന്ന പ്രധാന വാർഡുകളെല്ലാം കേന്ദ്രീകരിച്ച് ഇത്തരത്തിൽ ഒരു വിജയ ആഹ്ലാദ റാലി സംഘടിപ്പിച്ചിരിക്കുന്നത്. തുറന്ന ജീപ്പിൽ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ തന്നെ ഈ റാലിയുടെ മുന്നിലായി തുറന്ന ജീപ്പിൽ സഞ്ചരിച്ചുകൊണ്ടാണ് ഈ റാലി പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ മാരാർജി ഭവൻ, സംസ്ഥാന ആസ്ഥാനമായ മാരാർജി ഭവനിൽ നിന്നും ആരംഭിച്ച റാലി കിള്ളിപ്പാലത്തേക്ക് എത്തുകയാണ്. ജില്ലാധ്യക്ഷൻ കരമന ജയനും സംസ്ഥാന അധ്യക്ഷനോടൊപ്പം ഉണ്ട്. തൊട്ട് പിന്നിലായി വി രാജേഷും ആർ ശ്രീലേഖ അടക്കമുള്ളവരാണ്. ആർ ശ്രീലേഖ, എം.ആർ. ഗോപൻ അടക്കമുള്ളവരാണ് തൊട്ട് പിന്നിലെ വാഹനത്തിലുള്ളത്. നമുക്കറിയാം, ബി.ജെ.പി കഴിഞ്ഞ 34 വാർഡുകളിലെ വിജയത്തിനു ശേഷം ഇപ്പോൾ 50 സീറ്റ് തികച്ച് ഭരണത്തിലേക്ക് കടക്കുന്ന സാഹചര്യമാണ്, ഭരണത്തിലേക്ക് അടുക്കുന്ന സാഹചര്യമാണ്. അപ്പോൾ മേയർ സ്ഥാനാർത്ഥി ആരാകും എന്നത് സംബന്ധിച്ചുള്ള ചർച്ചകൾ സജീവമാണ്. സംസ്ഥാന അധ്യക്ഷൻ ആദ്യത്തെ മുന്നിലായി ഈ റാലിയെ നയിക്കുന്നു. തൊട്ട് പിന്നിലായി മേയർ സ്ഥാനത്തേക്ക് ഇപ്പോൾ പരിഗണിക്കപ്പെടുന്ന, അല്ലെങ്കിൽ ചർച്ചയിൽ പ്രധാനമായി നിൽക്കുന്ന ആ പട്ടികയിലുള്ള 3 പേർ തന്നെ ആ വാഹനത്തിൽ ഉണ്ട് എന്നതാണ് എടുത്തു പറയേണ്ടത്. അതിൽ വി രാജേഷ് ഉണ്ട്, ശ്രീലേഖയുണ്ട്, എം.ആർ. ഗോപനുണ്ട്. എം.ആർ. ഗോപൻ നേമം വാർഡിൽ നിന്ന് വിജയിച്ചു. നേരത്തെ ബി.ജെ.പി നഗരസഭയിൽ പ്രതിപക്ഷ സ്ഥാനത്തിരുന്നപ്പോൾ പാർലമെന്ററി പാർട്ടി ലീഡർ സ്ഥാനം വഹിച്ച വ്യക്തി കൂടിയാണ്. അങ്ങനെ 3 പേര് തൊട്ട് പിന്നിലായുണ്ട്. അതിന് തൊട്ട് പിന്നിലായി 30ഓളം വാഹനങ്ങളിൽ സംസ്ഥാനത്തെ ഈ നഗരസഭ കോർപ്പറേഷനിലെ 50 കൗൺസിലർമാർ, വിജയിച്ച NDAയുടെ 50 കൗൺസിലർമാരെയും തുറന്ന ജീപ്പിൽ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് ഈ റാലി പ്ലാൻ ചെയ്തിരിക്കുന്നത്. എന്തായാലും ഇത് ഇപ്പോൾ കിള്ളിപ്പാലം എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്നും പ്രധാനമായി ഒരു 10ഓളം വാർഡുകൾ സഞ്ചരിക്കും. അതിനുശേഷം കിഴക്കേക്കോട്ടയിൽ സമാപിക്കും. അത്തരത്തിലാണ് ഈ റാലി ക്രമീകരിച്ചിരിക്കുന്നത്. എന്തായാലും വലിയ വിജയ ആവേശം തന്നെയാണ് ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം. നേരത്തെ തിരുവനന്തപുരം കോർപ്പറേഷൻ ഉൾപ്പെടെയുള്ളവ പിടിച്ചെടുക്കണം എന്ന ഒരു ഉദ്ദേശ ലക്ഷ്യവുമായി അമിത്ഷാ തിരുവനന്തപുരത്ത് പുത്തരിക്കണ്ടത്ത് എത്തിയിരുന്നു. വലിയ ഒരു റാലി അവിടെ. വലിയ ആവേശം കാണാം. കാരണം ജയിപ്പിച്ച ജനങ്ങളെ നേരിട്ട് കാണാൻ, അവരോട് നന്ദി പറയാൻ, അതോടൊപ്പം ആഹ്ലാദം പങ്കിടാൻ ബി.ജെ.പിയുടെ വിജയാഹ്ലാദ റാലി ഇപ്പോൾ തിരുവനന്തപുരം നഗരത്തിലൂടെ പോവുകയാണ്. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ തന്നെ നേതൃത്വം വഹിച്ചുകൊണ്ട് എല്ലാ കൗൺസിലർമാരെയും പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള റാലിയാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. ചന്തു ചന്ദ്രശേഖറാണ് വിവരങ്ങൾ നൽകിയത്.